ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു പലഹാരമായിട്ടുള്ള നമ്മുടെ മുളക് ബജിയാണ്. നമ്മളതിൽ സ്പെഷ്യലായിട്ട് ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളകിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല കൂടി നിറച്ചാണ് നമ്മൾ ബജി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബജി മുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അത് കഴുകിയിട്ട് വെള്ളമെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പിച്ചാത്തി കൊണ്ട് അതിൻ്റെ നടുവേ ഒന്ന് കീറി അതിനുള്ളിൽ അരി നമുക്കൊന്ന് എടുത്ത് കളയണം. അപ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ കത്തി ഉപയോഗിച്ചോ തന്നെ നമുക്ക് അതിനുള്ളിൽ അരിയെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് എടുത്ത് കളയണം. എല്ലാത്തിൻ്റെ അരി നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഇതിന് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ നമുക്ക് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വെക്കാം ഗ്യാസിലേക്ക്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് രണ്ടും നല്ലപോലെ ഒന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞെന്നുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വേഗത്തിൽ വഴണ്ട് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊന്ന് എടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ ഉള്ളിൽ നമുക്കിനി ആ സ്റ്റഫെല്ലാം ഒന്ന് നിറച്ച് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മുളക് കീറിയ ഭാഗത്തൂടെ നമുക്കിതിനുള്ളിലേക്ക് ആ മസാല എല്ലാം നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് നിറച്ചെടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ഫുൾ മുളകിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മസാല അതിനുള്ളിൽ നിറച്ച് നമുക്കൊന്ന് എടുക്കാം. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ നമുക്കൊന്ന് റെഡി ആയിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്താൽ നല്ലപോലെ ഒരു ക്രിസ്പിനെസ് കിട്ടും നമുക്ക്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോകാൻ നമുക്ക് ശ്രദ്ധിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നതിനായിട്ട് നമുക്കൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റഫ് ചെയ്ത മുളക് നമ്മുടെ ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് 2 സൈഡും മുരിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ മുളകും നമുക്ക് ഇതുപോലെ ബാറ്ററിൽ മുക്കി നമ്മൾ എണ്ണയിൽ നമുക്കൊന്ന് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ മുളക് ബജി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയ്ക്ക് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും തയ്യാറാക്കുന്നതാണ് മുളക് ബജി. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ ഒരു മസാല കൂടി നിങ്ങൾ നിറച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.